പറയുവാനുള്ളത് പറയുകയും അത് കേൾക്കുകയും ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാകണം എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 4.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ രാജ്യം ഭരിക്കുന്നു. സമസ്ത മേഖലകളിലെയും സ്തംഭനങ്ങളാണ്. ഒരു വകുപ്പിനെ കുറിച്ചും ഞാൻ എടുത്തു പറയുവാൻ കഴിയുന്നു. ഒരുപക്ഷെ ലോകം കണ്ട കേരളത്തിലെ എത്രയോ ഭരണകർത്താക്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരായി തീർന്നിട്ടുണ്ട്. ഇത്രത്തോളം അഴിമതിയുടെ മുഖമുദ്രയാക്കിയ ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കോടതി ഇപ്പോഴും ശിക്ഷിക്കുമോ ശിക്ഷിക്കുകയില്ലയോ എന്ന പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ കേസിൽ പാർട്ടിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തതെന്ന് എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾ മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ അഴിമതിയായി ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ കൈപ്പറ്റിയത് അങ്ങ് ഡൽഹിയിലെ CPM-ന്റെ ആസ്ഥാനത്തിരിക്കുന്ന വൃന്ദക്കാരായിട്ട് ഭൂരിപക്ഷം തുക വാങ്ങി സുഖലോലുപനായിരിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയനെ മാൻപവർ ഉപയോഗിച്ച് ഞങ്ങൾ നേരിടുമെന്ന് പ്രകാശ് കാരാട്ട് പറയുന്നത്. എപ്പോഴെങ്കിലും രഹസ്യമായെങ്കിലും പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ രാജിവെക്കുകയോ പാകിസ്ഥാനത്ത് നൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ കാരാട്ടിന്റെ സ്ഥിതി വളരെ മോശമാകും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഒരക്ഷരം പോലും മിണ്ടാതെ പിണറായി വിജയൻ പറയുന്ന ആപ്തവാക്യങ്ങൾ ശരി തന്നെയാണെന്ന് പറയുന്നത്. ആ മന്ത്രിസഭയുടെ ഏതെങ്കിലും മന്ത്രിമാർ കൂട്ടുത്തരവാദിത്തമായി പോകുന്നവരുണ്ടോ? എന്തിന്? കട്ടവരാരാണ് കൂടുതലെന്നാണെന്ന് ചിന്തിക്കുന്നത്. ജലസേചന വകുപ്പ് മന്ത്രി പ്രേമചന്ദ്രൻ എന്റെ നാട്ടുകാരനാണ്. റോഡിലെ കുഴി കുത്തുന്നതിനുൾപ്പെടെ, റോഡിലെ പൈപ്പിലൂടെ പോകുന്ന വെള്ളത്തിനുൾപ്പെടെ വെള്ളക്കരം വാങ്ങി കോടിക്കണക്കിന് രൂപ തന്റെ ഖജനാവിലെത്തിക്കുവാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ടല്ലോ, ഇവിടെ എൻഡോസൾഫാന്റെ പേരിൽ ഒരു മരുന്ന് പോലും കിട്ടാതെ വിഷമിക്കുന്ന ഈ സമൂഹ മനസാക്ഷിയുടെ മേൽ എത്തിനോക്കാൻ കഴിയാത്തവർ തന്റെ മരുമകളെ അടുക്കള വേലക്കാരിയായി നിർത്തിപ്പോലും കൈക്കൂലി വാങ്ങി അഴിമതിയുടെ കരുത്തു തെളിയിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പം കട്ടതിലാർക്കും പരിഭവം വേണ്ട. കട്ടത് കുറവാണെങ്കിലും കൂടിയതാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണിയും വീരൻകണ്ണും തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതാണ് CPM പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, G2 ചട്ടത്തിന്റെ പേരിൽ കേന്ദ്രത്തിൽ ഇന്നും കേന്ദ്ര യോഗം നടക്കുവാൻ, പാർലമെന്ററി യോഗം നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വന്നു. രാജിവെച്ചു. DMKയുടെ നേതാവ് കരുണാനിധി പറഞ്ഞതനുസരിച്ച് അവർ രാജിവെച്ചു. പക്ഷേ അതുകൊണ്ട് അഴിമതിയുടെ കാര്യം തീർക്കാൻ പറ്റുമോ? ഏത് മുന്നണി നിൽക്കുന്ന പ്രശ്നങ്ങളെ സാമൂഹ്യപരമായി പഠിക്കേണ്ട ബാധ്യത ഒരു ജനാധിപത്യ ഗവൺമെന്റിനുണ്ട് എന്നുള്ള കാര്യം ഭരിക്കുന്ന ഗവൺമെന്റും അതിനെ ഭരിപ്പിക്കുന്ന പ്രതിപക്ഷവും മറന്നുപോകരുതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. വളരെ വസ്തുതാപരമായ ഒരു കാര്യം പറയാനാണെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ 1947 ശേഷം കേരളത്തിൽ കാലാകാലങ്ങളായി മാറിവരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ രണ്ട് മുന്നണികൾക്കും എപ്പോഴും സമരം ചെയ്യുവാനും സമരമുഖങ്ങളിൽ പോകുവാനും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ഈ വിഭാഗത്തെ തന്നോടൊപ്പം നിർത്തി വോട്ട് ബാങ്കാക്കി മാറ്റി അധികാരത്തിൽ വരണമെന്നാണ് ഈ രണ്ട് മുന്നണികളുടെയും ധാരണ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളുടെയും ദളിതരുടെയും പ്രശ്നങ്ങൾ ഇപ്പോഴും പര്യവസാനിച്ചു കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ നടന്ന സംഭവങ്ങൾ. MP വീരേന്ദ്രകുമാറിന്റെ മകൻ MP ശ്രേയസ് കുമാറിന്റെ പേരിൽ ഈ കണ്ട അഴിമതിയുടെയും എസ്റ്റേറ്റിന്റെയും ഒക്കെ പേരിൽ എത്രയെത്ര സമരങ്ങൾ നടന്നു. ഇടതുപക്ഷ മുന്നണി, ആ MP വീരേന്ദ്രകുമാർ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് ശ്രേയസ് കുമാറിന്റെ പേരിലുള്ള പ്ലാന്റേഷനുകൾ കേസോ വഴക്കോ ഉണ്ടായിരുന്നില്ല? തന്റെ കൂടെ നിന്നപ്പോഴൊക്കെ അത് നല്ലതാണെന്ന് പറയുകയും തന്നിൽ നിന്നും പോകുമ്പോൾ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊല്ലാക്കല ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിസമത്വം എക്കാലവും ഇടതുപക്ഷത്തിനും CPM-നുമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഞാൻ വളരെ തറപ്പിച്ചു തന്നെ ആധികാരികമായി പറയുന്നു. ഈ പാർട്ടിക്ക് അടിവേരുണ്ടാക്കിയ, ഈ പാർട്ടിയെ ജനങ്ങളുടെ മുന്നിലെത്തിച്ച, ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായ കർഷക തൊഴിലാളികളും ദളിതരും
ഈ രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഒരു തീണ്ടാപ്പാട് അകലെ മാറ്റി നിർത്തിയപ്പോൾ ആരാധ്യനായ കേരളം കണ്ട ഏറ്റവും വലിയ അധികാരികനായ ശ്രീ അയ്യങ്കാളയുടെ നേതൃത്വത്തിൽ നടന്ന ഒറ്റയാൻ സമരത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുദേവനും ഡോക്ടർ പൽപ്പുമൊക്കെ അടങ്ങുന്ന ഒരു സ്ഥിതി സമത്വമാണ് ഈ അനീതിക്കെതിരെ അന്നൊരു മഹാവേരുവിനെ പോലെ നിലനിന്നുള്ള കാര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ സിപിഎം ഈ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പാവത്തുങ്ങളോട് കാണിച്ച ഏറ്റവും തെറ്റും വികലവുമായ നയമാണ് ഈ രാജ്യത്തെ ദളിതരെ സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പയ്യെ പയ്യെ അകറ്റുവാനുണ്ടായ സാഹചര്യം. ഈ സാഹചര്യത്തെ രാഷ്ട്രീയപരമായി കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ അധികാരം കൽപ്പിച്ചെന്നിട്ടുണ്ടോ ആ അധികാരത്തിന്റെ തണലിൽ ഈ വർഗത്തെ ആട്ടിപ്പായിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് അവർ സംഘടിത ചാലക ശക്തിയായി വരും കാലങ്ങളിൽ തന്റെ പൂർവികന്മാർ സമ്പാദിച്ചു തന്ന ആർജവത്തോട് ജീവിക്കാൻ കഴിയില്ല എന്ന ഈ ദളിത് സമൂഹത്തിന്റെ തിരിച്ചറിവാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്തേകുവാൻ ഈ ജനങ്ങൾ മുന്നോട്ട് വന്നത്. അവർക്ക് ചോദിക്കുവാൻ ആളുണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗം ഈ പ്രസ്ഥാനത്തോട് കൂടിച്ചേർന്നത്. പക്ഷേ ഈ പ്രസ്ഥാനത്തെ നിങ്ങളിൽ നിന്ന് മറന്നുപോയതിന്റെ പേരിൽ നിങ്ങളുടെ പോലീസിനെയും അധികാരത്തെയും ഗുണ്ടാ മാഫിയയെയും വിട്ട് ഈ അക്രമ സമരങ്ങളെ നേരിടുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ വളരെ ഏറ്റവും വ്യക്തമായ തിരിച്ചടിയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ ഒരു ദളിതനെ ഇനി ഏതെങ്കിലും ഒരു പോലീസ് വേട്ട നടത്തിയാൽ, ഏതെങ്കിലും ഒരു പട്ടികജാതി കുടുംബത്തിന്റെ മേൽ ആധികാരികമായ യാത്രയുടെ യാമങ്ങളിൽ പോലീസിന്റെ നരനായാട്ടം നടത്തിയാൽ പിറ്റേ ദിവസം വീട്ടിൽ പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കയറുന്ന ഗതികേട് ഈ രാജ്യത്തുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഏറ്റവും സംതൃപ്തമായ രാഷ്ട്രീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആയുധമെടുത്തുകൊണ്ട് പശ്ചിമബംഗാളിൽ നടന്നതുപോലെ കാലാകാലങ്ങളിൽ പശ്ചിമബംഗാളിൽ ഞാനും നിങ്ങളുമൊക്കെ ധരിച്ചു വച്ചിരുന്ന കാര്യമെന്താ, അവിടെ നല്ല ഭരണമായതുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ സിപിഎം ഭരിച്ചെന്നല്ലേ നമ്മൾ അറിഞ്ഞത്. 2 സെന്റ് ഭൂമിയുള്ളവർ 1 സെന്റ് ഭൂമിയുള്ളവർ ആ സ്ഥലത്തിന്റെ ആധാരം സിപിഎമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി ഓഫീസുകൾ ഏൽപ്പിക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പോയി ഐഡന്റി കാർഡ് കാണിച്ച് വോട്ട് ചെയ്തിട്ട് തിരികെ പോരണം. ഇല്ലെങ്കിൽ വസ്തുവിന് പ്രമാണവുമില്ല, വസ്തുവുമില്ല, ആളുമില്ലാതായി. ഇത് തിരിച്ചറിഞ്ഞ നല്ലവരായ ജനങ്ങളാണ് അക്രമത്തിന്റെ പേരിലല്ല, അവർക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി സമരം ചെയ്തപ്പോഴാണ് പശ്ചിമബംഗാളിലെ ഗവൺമെന്റ് പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ പിന്നോക്കക്കാരും മാവോയിസ്റ്റുകളാണെന്ന്. അതെ, അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ്. അധികാരത്തിന് വേണ്ടി സ്വന്തം ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി ആയുധമെടുത്തെങ്കിൽ അവരെ ആർക്ക് തെറ്റു പറയാൻ കഴിയും? മഹാത്മജി ഉണ്ടായിരുന്നെങ്കിൽ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയ മഹാത്മജിയുടെ പേര് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം ആർഎസ്എസുകാരന്റെയും വിശുദ്ധ വർഷത്തുകാരന്റെയും വോട്ട് വാങ്ങി ഇത്രയും നാണം കെട്ട രാഷ്ട്രീയ പാപ്പരത്വം നടത്തിയവർ ഗാന്ധിജി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വെടിവെച്ച് കൊല്ലൂ എന്ന് അദ്ദേഹം ആത്മരോഷം കൊള്ളുമായിരുന്നു. അതിൽ നിന്നുകൊണ്ട് മഹാത്മജിയുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ നഷ്ടപ്പെട്ട അധികാരത്തിന്റെ പാന്താവിലേക്ക് പോകുവാനുള്ള ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയവും അനുസ് ഇവിടുത്തെ പാർട്ടിക്കാർ കൊണ്ട് പറഞ്ഞു, സിപിഎമ്മും കോൺഗ്രസും പറഞ്ഞു ഞങ്ങൾ ജയിലിൽ കിടന്നാലും കൊന്നാലും കൊന്നില്ലേലും വോട്ട് കിട്ടുമെന്ന്. ഒരു തെറ്റും ചെയ്യാതെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച അനസിനെ അവളെ ജയിപ്പിച്ചത് എസ്ഡിപിഐക്കാരല്ല, PJ ജോസഫിന്റെ ആൾക്കാരും ആ രാജ്യത്തെ നല്ലവരായ മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് അനസ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചതെന്നുള്ള കാര്യം ഈ രാജ്യത്താരും മറന്നുപോകണ്ട. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എസ്ഡിപിഐക്കാർ ഒരാക്രമണത്തിനും നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും അധികാരങ്ങളെ കവർന്നെടുക്കുവാനും ആരുടെയും സിംഹാസനം പിടിച്ചു വാങ്ങാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ വരെ സംവരണത്തിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ യാചിച്ചുവെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി
വരാനിരിക്കുന്ന 1000കണക്കിന് സമരമുഖങ്ങളിൽ SDPയുടെ സന്നദ്ധ ഭടന്മാർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ പോലീസിനും പട്ടാളത്തിനും പാർട്ടിക്കും ഭരണകൂടത്തിനും കഴിയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാരും അഹിംസാ മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായ രീതിയിൽ ഒരു ജനാധിപത്യ മതേതരത്വ ഇന്ത്യ എങ്ങനെയാണോ മതവും രാഷ്ട്രീയവും ഒത്തുചേർന്ന് പോകുന്ന എല്ലാ ജനങ്ങളുടെയും അർഹതപ്പെട്ട അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾ നടന്നുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുവാൻ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരെയും തുല്യന്മാരായി കാണുന്ന ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും ജൈനനെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരമ്മയുടെ മക്കളാണെന്ന് കരുതി എല്ലാവരുടെയും അധികാരം അവരവരുടെ കൈകളിൽ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തുന്ന നിമിഷം വരെ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് തന്നെ പോയിരിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട.